ഒരു മെഗാ പവർ പാക്ഡ് ആക്ഷൻ മൂവിക്കപ്പുറം KGF 1 and 2 എന്നീ ചിത്രങ്ങൾക്ക് ഇത്രയധികം ആരാധന പിന്തുണ ലഭിക്കാൻ ഒരു കാരണം ഒരു അമ്മയുടെയും മകൻ്റെ ദൃഢമായ ബന്ധത്തിൻ്റെ കഥ പറയുന്നത് കൊണ്ടാണ്. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം എന്ന പാഠങ്ങളാണ് അമ്മ തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരമ്മ പോലും തൻ്റെ മകനോട് ഇത്ര ഡ്രമാറ്റിക്കായിട്ട് മാസ് ഡയലോഗുകൾ പറയില്ല. എന്നിരുന്നാലും ഈ ഡയലോഗുകളുടെ ഒപ്പം ആ BGM കൂടി വരുമ്പോൾ ആരാധകരുണ്ടാക്കിയോളം അത് വേറെ തന്നെയാണ്. ഇന്നും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ റോക്കി ബായുടെ ഫൈറ്റ് സീനുകൾക്കപ്പുറം നമ്മൾ ഓർത്തിരിക്കുന്നത് ആ അമ്മയുടെയും മകൻ്റെയും ബന്ധമാണ്. எனக்கு ஒரு வாக்கு கூட நீ எப்படி வாழ போறியோன்னு எனக்கு தெரியாது. ஆனா சாகும்போது இந்த உலகமே மதிக்கிற பெரிய பணக்காரனா தான் சாகணும். കന്നഡ സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു മേൽവിലാസം കൊടുത്ത സംവിധായകനാണ് പ്രശാന്ത് നീൽ. അത്രയും നാളും ആരും ശ്രദ്ധിക്കാത്തൊരു ഇൻഡസ്ട്രി. ട്രോളന്മാർക്കൊരു കോണ്ടന്റ് മാത്രമായിരുന്നു കന്നഡ സിനിമകൾ. പക്ഷേ ഇതിനെല്ലാം മാറ്റം വരുത്തി കുറിച്ച സംവിധായകൻ പ്രശാന്ത് നീൽ. ചിത്രം KGF 1 and KGF 2. രണ്ടായിരത്തി 2014 പുറത്തിറങ്ങിയ ഉഗ്രം എന്ന ചിത്രമാണ് പ്രശാന്ത് നീലിൻ്റെ കരിയറിലെ ആദ്യത്തെ മൈൽ സ്റ്റോൺ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വമ്പൻ ഹിറ്റായിരുന്നു. ഇത് കഴിഞ്ഞിറങ്ങിയ 2 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ഓളം തന്നെ സൃഷ്ടിച്ചു. സ്ഥിരം കണ്ടുവരുന്ന ഒരു ഹീറോ വില്ലൻ ക്ലൈമാക്സുകളല്ല KGF 1 and 2 എന്നീ ചിത്രങ്ങൾക്കുള്ളത്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പ്രേക്ഷകൻ പോലും ചിന്തിക്കാത്ത മാരക പ്ലോട്ട് എലവേഷനുകളാണ് ഈ ചിത്രങ്ങളുടെ പ്രത്യേകത. ഗരുഡൻ്റെ അന്ത്യം ഇങ്ങനെയായിരിക്കുമെന്ന നിമിഷം വരെ നമ്മൾ ആരും ചിന്തിച്ചില്ല. ഇതാണ് പ്രശാന്ത് നീൽ എന്ന ഫിലിം മേക്കിംഗ് ജീനിയസിൻ്റെ മാജിക്. പ്രശാന്ത് നീൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, താൻ സംവിധാനം ചെയ്ത മറ്റു ചിത്രങ്ങൾ റിലീസിന് മുൻപേ കണ്ടു നോക്കുമ്പോൾ തനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തിയേറ്ററിൽ ഹിറ്റാകുമോ എന്ന കാര്യത്തിൽ പേടിയുണ്ടായിരുന്നു. പക്ഷേ സാലാർ എന്ന ചിത്രം കണ്ടപ്പോൾ തനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ചിത്രം എത്രത്തോളം ബ്രഹ്മാണ്ഡമായിരിക്കുമെന്നത്. ഖാൻസർ എന്നൊരു സാങ്കല്പിക രാജ്യം. അവിടുത്തെ രാജാവായ രാജമന്നാർ തൻ്റെ മകനായ വരദരാജ് മന്നാറിനെ ഏക അവകാശിയായി തീരുമാനിക്കുന്നു. ഈ തീരുമാനത്തോട് സഭയിലെ മന്ത്രിമാർ യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഖാൻസർ രാജ്യത്തെ ആക്രമിക്കാൻ അവർ റഷ്യയിൽ നിന്നും സെർബിയയിൽ നിന്നും ആർമി ഇറക്കുന്നു. ആ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് വരദരാജ് തൻ്റെ ബാല്യകാല സുഹൃത്തായ ദേവയുടെ അടുത്ത് രക്ഷയ്ക്കെത്തുന്നു. ഈ വാർത്ത അറിയുന്ന ദേവ വരദരാജിനെ കൻസർ രാജ്യത്തിൻ്റെ ഏക പിൻഗാമിയാക്കാൻ തീരുമാനിക്കുന്നു. ഇതാണ് സാലാർ എന്ന ചിത്രത്തിൻ്റെ കഥ. KGF 1 and 2 പോലെ ഒരു സ്ട്രോങ് ബോണ്ടിൻ്റെ മേലെയാണ് സാലാറിൻ്റെ കഥയും പോകുന്നത്. KGFൽ അത് അമ്മയുടെയും മകൻ്റെയും ബന്ധമാണെങ്കിൽ സാലാറിൽ അത് സുഹൃത്ത് ബന്ധമാണ് കാണിക്കുന്നത്. വരദരാജിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ദേവ തയ്യാറാണ്. സുഹൃത്ത് ബന്ധത്തിൽ ദൃഢമായ കഥയാണ് ഈ ചിത്രത്തിലൂടെ കാണിക്കുന്നത്. പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹസൻ എന്നിവരാണ് ഈ ചിത്രത്തിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഒരു പക്ക ഡ്രാമ മൂവിയാണ് സാലാർ. പൃഥ്വിരാജ് പറയേണ്ടായി തനിക്ക് ഈ ചിത്രത്തിൻ്റെ കഥ കേട്ടപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് ആണ് ഓർമ്മ വന്നതെന്ന്. കാരണം അത്രമേൽ ക്യാരക്ടേഴ്സും പ്ലോട്ട് എലവേഷനുകളും ഡ്രമാറ്റിക് സീനുകളും ക്യാരക്ടർ ബിൽഡിങ്ങും ഈ ചിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ മൂവി തന്നെയായിരിക്കും സാലാർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാലാർ എന്ന ചിത്രത്തിന് എന്തുകൊണ്ടാണ് ഇത്ര ഹൈപ്പ്? ആദ്യ കാരണം പ്രശാന്ത് നീൽ ഹൊംബാല ഫിലിംസിൻ്റെ ബാനറിൽ ചെയ്യുന്ന 2ാമത്തെ ചിത്രമാണിത്. ആദ്യത്തെ 2 ചിത്രങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 2ാമത്തെ റീസൺ പ്രശാന്ത് നീലും പ്രഭാസും ഒന്നിക്കുന്ന ആദ്യ ചിത്രമാണ്. രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി എന്ന ചിത്രത്തിലൂടെ ഒരു പാൻ ഇന്ത്യൻ താരമായ നടനാണ് പ്രഭാസ്. പ്രഭാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ കരിയർ വളരെയധികം ക്രൂഷ്യലാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മെഗാ ഹിറ്റ് ചിത്രമാണ് ബാഹുബലി 2 ദ കൺക്ലൂഷൻ. അത് കഴിഞ്ഞിറങ്ങിയ രാധേശ്യാം, സാഹോ, ആദിപുരുഷ് എന്നീ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ അത്ര വിജയമുണ്ടായില്ല. പ്രഭാസ് എന്ന നായകന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ കാമായിരുന്നു കൊണ്ട് തന്നെ മാസ് സീനുകൾ ചെയ്യാൻ സാധിക്കും. ബാഹുബലി എന്ന ചിത്രത്തിൽ ഇത് വളരെയധികം എവിഡൻ്റ് ആണ്. ഈവൻ സാധാരണ ട്രെയിലറിൽ പോലും നമുക്കത് കാണാൻ സാധിക്കും. വളരെ കാമായിരുന്നു കൊണ്ട് തന്നെ ശത്രുക്കളെ നേരിടുന്നത്. സാലാറും KGF മൂവീസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ആരാധകർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. കാരണം ഈ 2 ചിത്രങ്ങളുടെയും കളർ പാലറ്റുകൾ വളരെ സിമിലർ ആണ്. പക്ഷേ ഡയറക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ 2 മൂവീസും ഡിഫറെൻറ്റ് കഥകളാണെന്ന്. ഇൻ്റർവ്യൂകളിൽ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് സാലാർ എന്ന മൂവി ഒരു എപ്പിക് ഡ്രാമ ഫിലിമാണെന്ന്. ഈ അവധിക്കാലത്ത് ആരാധകർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തരാൻ 2 ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ റിലീസാവുന്നത്, ദുങ്കി ആൻഡ് സാലാർ.
ഷാറുഖ് ഖാന്റെ മറ്റു ചിത്രങ്ങളായ ജവാൻ ആൻഡ് പത്താനെ അപേക്ഷിച്ച് ദുങ്കി ഒരു പാൻ ഇന്ത്യൻ മൂവിയല്ല. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് ഈ ചിത്രം പുറത്തിറക്കുന്നത്. നേരെ മറിച്ച് സാലാർ എന്ന ചിത്രം തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്കു ആൻഡ് മലയാളം ഭാഷകളിലും പുറത്തിറങ്ങുന്നുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളുടെ പ്രീ റിലീസ് സെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാലാറിന് 18 കോടിയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഉണ്ടായത്, ഡുങ്കിക്ക് 12 കോടിയുടെ. പ്രീവിയസ് സ്കെഡ്യൂൾ അനുസരിച്ച് ഈ രണ്ട് ചിത്രങ്ങളും ഒരേ ദിവസമാണ് റിലീസ് ആകേണ്ടിരുന്നത്. പക്ഷേ തിയേറ്റർ ക്ലാഷ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡുങ്കിയുടെ റിലീസ് ഡിസംബർ 21 മാറ്റിവെച്ചു ആൻഡ് സാലാറിൻ്റെ റിലീസ് ഡിസംബർ 22 ആണ്.